ഈ പറയുന്ന ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പന്റെ പ്രിയ ഭക്തനാണ് എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. പൊന്നു ഗുരുവായൂരപ്പന്റെ ഭക്തരുള്ള വീടുകളിൽ ഭഗവാന്റെ നിത്യ സന്ദർശനം ഉണ്ടാവുന്ന പറയപ്പെടുന്നത്. അങ്ങനെയുള്ള വീടുകളിൽ ഭഗവാൻ നിത്യം വന്നു പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള വീടുകളിൽ ഭഗവാൻ കുറച്ച് ലക്ഷണങ്ങളും സമർപ്പിക്കാറുണ്ട്. എന്താണ് ആ ലക്ഷണങ്ങൾ? ഭഗവാന്റെ ഭക്തരുള്ള വീടുകളിൽ ഭഗവാൻ നിത്യം ദർശനം നടത്തും. ആ വീടുകളിൽ ആദ്യത്തെ ലക്ഷണം എന്നുള്ളത് തുളസിച്ചെടി തഴച്ചു വളരും എന്നുള്ളതാണ്. നമ്മൾ തുളസിയെ നട്ട് നനയ്ക്കാതെ തുളസിച്ചെടി തഴച്ചു വളരുന്നുണ്ടോ നിങ്ങളുടെ വീടുകളിൽ? എന്നാൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ, ആ പൊന്നു ഗുരുവായൂരപ്പൻ ദിവസവും നിങ്ങളുടെ വീടുകളിൽ വന്ന് മടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം എന്നുള്ളത്. അങ്ങനെയുള്ള വീടുകളിൽ തുളസിച്ചെടി തഴച്ചു വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തുളസിച്ചെടിയെ പറിച്ചുകൊണ്ട് ഒരു മാല കെട്ടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ സമർപ്പിക്കുക. നിങ്ങളുടെ കൈയും കൊണ്ട് ഭഗവാൻ അത് സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിൽ രണ്ടാമത്തെ ലക്ഷണം എന്നുള്ളത്, നമ്മുടെ വീടിന് മുന്നിൽ മഞ്ചാടി മരം ഇല്ലാതെ 1, 2, 3 മഞ്ചാടി ദിവസവും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, തൊട്ടടുത്ത വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ മഞ്ചാടി ഇല്ലാതെ ദിവസവും നമുക്ക് മഞ്ചാടി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ പൊന്നു ഗുരുവായൂരപ്പൻ നിറ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളെ കാത്ത് ആ പൊന്നു ഗുരുവായൂരപ്പൻ നിങ്ങളുടെ രക്ഷാ കവചമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ദിവസവും മഞ്ചാടി കണി കണ്ട് ഉണരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് മഞ്ചാടി മണികൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ സമീപം ആ പൊന്നു ഗുരുവായൂരപ്പൻ ഉണ്ട് എന്നുള്ളതാണ് ലക്ഷണം. അതിൽ മൂന്നാമത്തെ ലക്ഷണം എന്നുള്ളത്, തുളസി പോലെ തന്നെ ചെത്തിയും നട്ട് നനയ്ക്കാതെ തഴച്ചു വളർന്ന് കാട് പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ, ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പന്റെ നിറ സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ട് എന്നുള്ള കാര്യം. ഒട്ടും മടിക്കേണ്ട. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുളസിയും ചെത്തിയും കൂടെ ഭഗവാൻ ഒരു മാല കെട്ടി സമർപ്പിക്കുക. ഭഗവാന്റെ നിറ സാന്നിധ്യമുള്ള വീടുകളിൽ മാത്രമാണ് നമ്മൾ നട്ട് നനയ്ക്കാതെ തുളസിയും ചെത്തിയും താഴ്ത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വീടുകളിൽ തീർച്ചയായിട്ടും ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പൻ നിറ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ നാലാമത്തെ ലക്ഷണം എന്നുള്ളത്, നമ്മുടെ വീടുകളിൽ പാൽപ്പായസം പാകം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാത്ത വിശിഷ്ടാതിഥികൾ നമ്മുടെ വീട്ടിലേക്ക് വരികയോ, അല്ലെങ്കിൽ കിളികളുടെ ശബ്ദങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ ഈ പാകം ചെയ്യുന്ന സമയത്ത് കിളികൾ ഒരുപാട് ശബ്ദമുണ്ടാക്കുക, അല്ലെങ്കിൽ കാക്കകൾക്ക് അറിയുക, ഇതെല്ലാം ഭഗവാന്റെ ഒരു മായാലീലകൾ തന്നെയാണ്. ഭഗവാൻ പായസക്കൊതിയാണ്. പല രൂപത്തിലും ഭഗവാൻ ആ ഒരു പായസം സേവിക്കാനായിട്ട് എത്തുമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ആ പൊന്നു ഗുരുവായൂരപ്പനെ ഒരു ഗ്ലാസ് പായസം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ അറിയാത്ത ആളുകൾ നമ്മുടെ ഈ പാൽപ്പായസം വെക്കുന്ന ദിവസം നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പൊന്നു ഗുരുവായൂരപ്പന്റെ ഒരു പ്രതീകം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും പാൽപ്പായസം വീടുകളിൽ ഭാഗം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പന്റെ ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തിനോ മുന്നിൽ ഒരു ഗ്ലാസ് പായസം ഭഗവാനെ സമർപ്പിക്കുക. ശേഷം സേവിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അഞ്ചാമത്തെ ലക്ഷണം എന്നുള്ളത് ഭഗവാന്റെ ദിവ്യദർശനം. ഭഗവാന്റെ ദിവ്യദർശനം കിട്ടുന്നത് ആർക്കാണ്? ഭഗവാന്റെ ഭക്തനായ ഒരാൾക്ക് മാത്രമേ ഭഗവാന്റെ ദിവ്യദർശനം കിട്ടുള്ളൂ. അങ്ങനെ ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ ഉണ്ണിക്കണ്ണനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഭഗവാന്റെ പ്രിയ ഭക്തനാണ് എന്നുള്ള കാര്യം. അതിൽ ലെവലേശം നിങ്ങൾക്ക് ഒരു വിശ്വാസക്കുറവും വേണ്ട. നിങ്ങൾ ഭഗവാന്റെ പൂർണ്ണ ഭക്തനായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഭഗവാൻ തരുന്ന ദിവ്യദർശനം. അതങ്ങനെയും ഇങ്ങനെയുമുള്ള ആളുകൾക്ക് കിട്ടില്ല. ഭഗവാന്റെ ഭക്തനായ ഒരാൾക്ക് മാത്രം സമ്മാനിക്കുന്ന ഒരു വിശിഷ്ട ദർശനം തന്നെയാണത്. അതിന് ആറാമത്തെ ലക്ഷണം എന്നുള്ളത്, ഗുരുവായൂർ ക്ഷേത്രം സ്വപ്നം കാണുക. നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് ഭഗവാന്റെ തിരുനടയിലെത്തുന്ന സ്വപ്നം കാണുക. അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പന്റെ നടയിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പറയാനായിട്ട് നമ്മൾ ഓടിച്ചെല്ലുന്ന വേളയിൽ, ഭഗവാനെ കാണുന്ന ആ വേളയിൽ നമ്മൾ ഭഗവാനോട് ഷെയർ ചെയ്യാനായിട്ടുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം പാടെ മറന്നു പോകുന്നുണ്ടെങ്കിൽ അവൻ ഭഗവാന്റെ പ്രിയ ഭക്തനാണ് എന്നുള്ളതാണ്. അത് ലെവലേശം നിങ്ങൾക്ക് അണ്ണുവിട തെറ്റില്ല. ഭഗവാന്റെ പ്രിയ ഭക്തനാണ് നിങ്ങൾ. ഭഗവാന്റെ കോമള രൂപം കാണുന്ന വേളയിൽ പറയാൻ ചെന്നതെല്ലാം പറയാതെ പോകുന്നുണ്ടെങ്കിൽ, ഭഗവാനെ കാണാനായിട്ട് എത്തുന്നു, ഭഗവാന്റെ അരികിൽ ഭഗവാനെ കാണാനായിട്ട് എത്തുമ്പോൾ ഭഗവാനോട് നമ്മൾ സമർപ്പിക്കാനായിട്ട് കൊണ്ടുചെന്ന സങ്കടങ്ങളെല്ലാം നിങ്ങൾ പാടെ മറക്കുന്നുണ്ടെങ്കിൽ അണ്ണുവിട തെറ്റാതെ നിങ്ങൾ ഭഗവാന്റെ പൊന്നു ഗുരുവായൂരപ്പന്റെ പ്രിയ ഭക്തനാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഭക്തനെയാണ് ഭഗവാന്റെ ദിവ്യരൂപം ദർശിക്കുന്ന വേളയിൽ നമ്മൾ പറയാനായിട്ട് എത്തുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നത്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്തോളൂ, നിങ്ങൾ പ്രിയ ഭക്തനാണ് ഭഗവാന്റെ എന്നുള്ളത്. ഭഗവാന്റെ ആ കോമള രൂപം കാണുന്ന വേളയിൽ നമ്മൾ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മറന്ന് ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നുള്ളതാണ്. അതിൽ ഏഴാമത്തെ ലക്ഷണം എന്നുള്ളത്, നമ്മൾ കുളി കഴിഞ്ഞ്
ഭഗവാന് വിളക്ക് സമർപ്പിക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുന്ന വേളയിൽ നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നറുചന്ദനത്തിന്റെ ഗന്ധം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടരികിൽ നമ്മുടെ രക്ഷാ കവചമായിട്ട് ആ പൊന്നു ഗുരുവായൂരപ്പൻ ഉണ്ട് എന്നുള്ളതാണ്. ഭഗവാന്റെ പ്രിയ ഭക്തനായ ഒരാൾക്ക് മാത്രമാണ് നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ തിരുനടയിൽ നിൽക്കുന്ന വേളയിൽ നറുചന്ദനത്തിന്റെ മണം നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നത്. അല്ലാത്തൊരാൾക്കും അത് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്തരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞോളും, നിങ്ങൾ ഭഗവാന്റെ പ്രിയ ഭക്തനാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പന്റെ പ്രിയ ഭക്തനാണ് എന്നുള്ളതാണ്. അതിൽ 8ാമത്തെ ലക്ഷണം എന്നുള്ളത്, നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ, നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഭഗവാനോട് ചേർത്ത് വെച്ച മയിൽപ്പീലി ആടുന്നുണ്ടെങ്കിൽ, ഒരു കാറ്റിന്റെയും ശക്തിയില്ലാതെ മയിൽപ്പീലി ആടുന്നുണ്ടെങ്കിൽ ആ പൊന്നു ഗുരുവായൂരപ്പൻ നിങ്ങളെ തൊട്ട് തഴുകി നിങ്ങളുടെ അരികിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കോളും. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ കണ്ണുകൾ പതിയെ തുറന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ വിഗ്രഹത്തിനോട് ചേർത്ത് വെച്ച് മയിൽപ്പീലി ഒരു കാറ്റിന്റെ ശക്തിയും ഇല്ലാതെ ആടുന്നത് കാണാനായിട്ട് സാധിക്കും.